السلام عليكم ورحمة الله وبركاته. الحمد لله آله وأصحابه أجمعين أما بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനവും ആദരവും നിറഞ്ഞ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കരുത്തനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുബശ്ശിർ ജമലുൽ ലൈലി തങ്ങൾ, നമ്മുടെ സംഘടനാ സംവിധാനം വളരെ വ്യവസ്ഥാപിതമായും ശാസ്ത്രീയമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തന്റെ മിടുക്കും പ്രതിഭയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട OP അഷ്റഫ് സാഹിബ്, കോഴിക്കോട് ജില്ലാ സംവിധാനത്തിന്റെ ക്രിയാത്മക സംഘാടനത്തിന്റെ പിറകിലുള്ള ശക്തി പ്രിയപ്പെട്ട റാഷിദ് ഉൾപ്പെടെയുള്ള വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാരുണ്യവാനായ അള്ളാഹു നമ്മുടെ കൂട്ടായ്മയെ അള്ളാഹുവിന്റെ ഇജാബത്തും റഹ്മത്തും കിട്ടുന്ന കൂട്ടായ്മയായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. ഇവിടേക്കുള്ള നമ്മുടെ വരവിനെയും നമ്മുടെ ഇരുത്തത്തെയും തിരിച്ചുപോക്കിനെയും അള്ളാഹു സാലിഹായ അമലുകളിൽ പെടുത്തി ഇഹത്തിലും പരത്തിലും വലിയ പ്രതിഫലം നൽകുന്ന അമലായി അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു സന്ദർഭത്തിൽ കോഴിക്കോട് ജില്ലയിലെ കരുത്തരായ നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും മുന്നിൽ ഞാൻ നിൽക്കുന്നത്. സന്തോഷിക്കുന്നതിന്റെ കാരണം നിങ്ങളെല്ലാവരും വലിയ ഭാഗ്യം കിട്ടിയവരാണ്. ഭാഗ്യത്തിന്റെ കാരണം സമസ്ത ഏത് ജില്ലയിലാണ് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതായിരിക്കും? സമസ്ത രൂപം കൊണ്ട ജില്ല ഏതാ? കോഴിക്കോട് ജില്ല. SKSSF പിറവിയെടുത്ത ജില്ല ഏതാ? കോഴിക്കോട് ജില്ലയല്ലേ? സമസ്തയുടെ മുഖപത്രമാകുന്ന സുപ്രഭാതത്തിന്റെ പ്രധാനപ്പെട്ട ഓഫീസ് ഉത്തരേതാ? കോഴിക്കോട് തന്നെയല്ലേ? സമസ്ത സ്ഥാപിച്ച പ്രമുഖനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്തായി കിടക്കുന്ന മണ്ണ് ഏതാ ഉത്തരം? കോഴിക്കോട്. ശംസുൽ ഉലമ വഫാത്തായി കിടക്കുന്ന മണ്ണ് മഖബർ എവിടെയാ? കോഴിക്കോട് തന്നെയല്ലേ? സംശയം നിങ്ങൾക്ക് ഇല്ല. നവംബർ 16-ാം തീയതി ശാഖയിൽ നിന്നും 5 പ്രവർത്തകരെ ചേർത്ത് 10,000-ത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കൂറ്റൻ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ജില്ല ഇത്. അതും ഉത്തരം പറയാൻ മടിയുള്ളണ്ടാ? കുഴപ്പമില്ല, സന്തോഷായി. അങ്ങനെ കുറെ ഭാഗ്യം സിദ്ധിച്ചവരാണ് നിങ്ങളെല്ലാവരും. അങ്ങനെ ഭാഗ്യം കിട്ടിയ നിങ്ങളോടാണ്, ആതിഥേയരായ നിങ്ങളോടാണ്, പുറമെ നിന്ന് വരുന്നവർ അതിഥികളാണല്ലോ, ആതിഥേയരായ നിങ്ങളോടാണ്, ചുമതലയാണ് വിദ്യാർത്ഥിത്വം എന്ന ഒരു ബൃഹത്തായ സമ്മേളനം എന്താണ് എന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ അവതരിപ്പിക്കേണ്ടത്. നമ്മുടെ ചീഫ് മെന്റർ പ്രിയപ്പെട്ട നിസാർ ഉസ്താദ് ഏറെക്കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കരുത്തനായ കാര്യദർശി OPM അഷ്റഫ് ഇവിടെയുണ്ട്, അദ്ദേഹവും കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. എങ്കിലും അതിനൊരു സ്കെൽട്ടൺ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. ഇങ്ങനെ ഒരു വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ലക്ഷ്യം, സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ ഒരു സമ്മേളനം പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം നമ്മുടെ ശാഖാതലത്തിൽ ആത്മീയമായും ധാർമ്മികതയോടെയും ഉറച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾ അവരെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. കാലത്തിന്റെ കുറെ ദുഷിപ്പുകൾ നമുക്കറിയാമല്ലോ. ആ ദുഷിപ്പുകൾക്കിടയിലും
ഈമാനും ഇസ്സത്തും ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറയെ നമ്മുടെ നാട്ടിൽ ഭദ്രമായി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്ന്. രണ്ടാമത്തേത്, സംഘാടനത്തെക്കുറിച്ചും കൂട്ടമായ പ്രവർത്തനത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ ധാരണയും അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു 5 പേരെങ്കിലും നമ്മുടെ ശാഖയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ രാജ്യനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, കേവലം അങ്ങ് ജീവിച്ചു മാത്രം പോയാൽ പോരാ. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടേണ്ടതിന്റെ അനിവാര്യത നമ്മുടെ വിദ്യാർത്ഥികളെ തെര്യപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയ 6ഓളം ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ സമ്മേളനം കഴിയലോടുകൂടി 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയ മെന്ററിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അത് കഴിയുമ്പോൾ ഈ വിദ്യാർത്ഥികളൊക്കെ പേഴ്സണൽ, പ്രൊഫഷണൽ, സ്പിരിച്വൽ, ഓർഗനൈസേഷണൽ 4 പാർട്ടുകളാണുള്ളത്. 1 പേഴ്സണൽ, 2 പ്രൊഫഷണൽ, 3 ഓർഗനൈസേഷണൽ, 4 സ്പിരിച്വൽ പാർട്ടുകളിൽ അത്യാവശ്യം സാമാന്യമായ ധാരണയും കഴിവുമുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ പങ്കെടുക്കേണ്ടത് 16 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളാണ്. അത് ക്യാമ്പസിൽ പഠിക്കുന്നവരായാലും അല്ലാത്തവരായാലും വിദ്യാർത്ഥികളായിരിക്കുമല്ലോ. ക്യാമ്പസിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ സ്കൂളിലോ കോളേജിലോ പോകുന്നവരാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. 16 വയസ്സിന്റെയും 23 വയസ്സിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൗമാരത്തിന്റെ മധ്യകാലവും കൗമാരത്തിന്റെ അന്ത്യകാലവുമാണ് 16 മുതൽ 23 വയസ്സ് വരെ എന്ന് പറഞ്ഞത്. കൗമാരത്തിന്റെ ആദ്യകാലം എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സ് മുതൽ തുടങ്ങി 15 വയസ്സ് വരെ നീണ്ടു നിൽക്കും ഏകദേശം. 16 വയസ്സ് മുതൽ 17, 18, 19 വയസ്സ് വരെ കൗമാരത്തിന്റെ മധ്യകാലമാണ്. അത് കഴിഞ്ഞാൽ ഒരു 22, 23 വയസ്സ് വരെ കൗമാരത്തിന്റെ അന്ത്യകാലവും പിന്നെ ഏതാ കാലം വരിക? യൗവനത്തിന്റെ തുടക്കമാണ്. ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് എല്ലാവരും പറയാറുള്ളത് ഇത് കോളിളക്കത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും സംഘർഷത്തിന്റെയും കാലമാണ് എന്നാണ്. അത് ശരിയാണ് താനും, സൈക്കോളജിക്കലി സോഷ്യോളജിക്കലി അത് ശരിയാണ് താനും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇങ്ങനെ സംഘർഷഭരിതമായ മാനസിക ഭാവത്തിലും വൈകാരിക ഭാവത്തിലും ജീവിക്കുന്ന വിദ്യാർത്ഥികൾ ഏത് രീതിയിലും ഡൈവേർട്ടായി പോവാൻ സാധ്യതയുണ്ട്. ശരിയുടെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിലും പെട്ടെന്ന് ഡീവിയേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഡീവിയേറ്റഡ് മൈൻഡ് ഉള്ള വിദ്യാർത്ഥികളെ നിങ്ങൾക്കത് പാടില്ല എന്ന് ശരിയായ രീതിയിൽ ബോധിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ക്യാപ്ഷൻ തന്നെ നിങ്ങൾ നോക്കൂ, ചുമതലയാണ് വിദ്യാർത്ഥിത്വം എന്നുള്ളത്. അത് 2 വാക്കുകൾ ഉള്ളതാണ്, ചുമതല പ്ലസ് വിദ്യാർത്ഥിത്വം. വിദ്യാർത്ഥിത്വം എന്ന് പറഞ്ഞാൽ കേവലം പഠിക്കുന്ന ആ ഒരു ജീവിത കാലഘട്ടം മാത്രമല്ല. വിദ്യാർത്ഥിത്വം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി ആയിരിക്കുന്ന അവസ്ഥയാണല്ലോ വിദ്യാർത്ഥിത്വം എന്ന് പറഞ്ഞാൽ. പഠിക്കുന്ന സമയം തന്റെ വിജയ പരാജയങ്ങൾക്ക് നിമിത്തമായി തീരുന്ന ഒരു കാലമാണ് വിദ്യാർത്ഥി ജീവിത കാലം എന്ന് വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചുമതലയെ നമുക്ക് 7 ആയിട്ട് വേർതിരിക്കാം. ഒരു വിദ്യാർത്ഥി കേവലം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമല്ല, അവന്റെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ മാത്രമല്ല, അതിനപ്പുറം അവൻ ഇടപെടേണ്ട കുറെ തലങ്ങളും ഏരിയകളും ഉണ്ട് എന്നുള്ളതാണ് ചുമതലയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു വിദ്യാർത്ഥി അവന്റെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ഇടപെടാനുള്ള ചുമതലാബോധം അവനുണ്ടായിരിക്കണം. നന്നായി പഠിക്കണം, നല്ല ഡിഗ്രികൾ നേടണം, നല്ല ക്വാളിഫിക്കേഷൻ നേടണം, നല്ല ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകണം, നല്ല എയിം ഉണ്ടാകണം, പർപ്പസ് ഉണ്ടാകണം, ഡ്രീം ഉണ്ടാകണം. ഒന്നാമത്തെ ചുമതല സ്വന്തത്തെ ഓർമ്മിക്കലാണ്, സ്വന്തത്തിന് വേണ്ടി ശ്രമിക്കലാണ്. രണ്ടാമത്തെ കാര്യം, ആ വ്യക്തി ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ആ വിദ്യാർത്ഥിക്ക് തന്റെ കുടുംബത്തോടൊരു ചുമതലയുണ്ട്. തന്റെ ഉപ്പാനോട്, തന്റെ ഉമ്മാനോട്, തന്റെ അയൽവാസികളോട്, തന്റെ അടുത്ത ബന്ധുക്കളോട്, അകന്ന ബന്ധുക്കളോട് ഒരു ചുമതലയുണ്ട്. ആ ഒരു ചുമതലാ ബോധത്തോടു കൂടിയാണ് ജീവിക്കേണ്ടത് എന്ന രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വ്യക്തിയായി, കുടുംബമായി, പിന്നെ സമൂഹത്തോടൊരു ചുമതലയുണ്ട്. സമൂഹത്തിന്റെ വികസനോന്മുഖമായ കാര്യത്തിൽ ഇടപെടണം, സമൂഹത്തിൽ കാണുന്ന തെറ്റുകൾക്കെതിരെ ശബ്ദിക്കണം, ശരികൾക്ക് വേണ്ടി വാദിക്കണം,
തെറ്റായ കാര്യം നടക്കുമ്പോൾ അതിനെതിരെ സടകുടഞ്ഞെഴുന്നേൽക്കാൻ വിദ്യാർത്ഥി കഴിയണം. അങ്ങനെ സമൂഹത്തിന്റെ ബന്ധപ്പെട്ട ചില ചുമതലകൾ വിദ്യാർത്ഥിക്കുണ്ട്. 3 നാലാമത്തേത് ആ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപനത്തോടുള്ള ചുമതല. ആ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപനത്തോടുള്ള ചുമതല. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഇത് മൊഡ്യൂളുമായി ഇന്നലെയുള്ള നമ്മുടെ മെന്റർ ശില്പശാലയിൽ കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. 4ാമത്തെ കാര്യം 4 പറഞ്ഞു. 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തോടൊരു ചുമതലയുണ്ട് ഒരു വിദ്യാർത്ഥിക്ക്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അവൻ അവൻ്റെതായ റീൽസിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ മാത്രം ചടഞ്ഞുകൂടുന്ന ഒരാളല്ല. അവൻ രാഷ്ട്രത്തോട് ചുമതലയുള്ളവനാണ്. രാജ്യത്തിന്റെ നിയമം അനുസരിക്കണം, ഭരണഘടനയെ മാനിക്കണം, രാഷ്ട്രത്തിന്റെ യശസ്സും അഭിമാനവും ഉയർത്താൻ ആവശ്യമായ നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കേണ്ട ചുമതലയും വിദ്യാർത്ഥിക്കുണ്ട് എന്ന 5ാമത്തെ ലക്ഷ്യം. 6ാമത്തെ ലക്ഷ്യം അവന്റെ ആദർശത്തോടുള്ള ചുമതലയാണ്. ഞാൻ ആര്, ഞാൻ എന്തിനു വന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു. ആദർശത്തോടുള്ള ചുമതലയാണ്. 7ാമത്തെ ചുമതല അവന്റെ സംഘടനയോടുള്ള ചുമതലയാണ്. നമ്മുടെ സംഘടനയുടെ പേരെന്താണ്? SKSSF. SKSF-ന്റെ മാതൃസംഘടനയാണ് സമസ്ത. സമസ്തയോടും SKSF-നോടുമുള്ള ചില ചുമതലകളുണ്ട്. ആ ചുമതലകൾ പാലിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന 7 ചുമതലാബോധത്തോടു കൂടിയാണ് ഈ ഒരു 3 മാസം നീണ്ടു നിൽക്കുന്ന മെന്ററിംഗ് പ്രോസസ് നടക്കുന്നത്. മെന്ററിംഗ് ഒരുപാട് മെന്റർമാരെ കൂട്ടത്തിൽ ഉണ്ടാകാം. കോഴിക്കോട് ജില്ലയിൽ സക്രിയമായി ഇടപെടുന്ന ചീഫ് മെന്ററാണ് ബഹുമാനപ്പെട്ട നിസാർ ഉസ്താദ്. അദ്ദേഹത്തെ ഏത് സമയവും ബന്ധപ്പെട്ടാലും പലപ്പോഴും നമ്മുടെ മെന്റർമാരെ ഫോൺ ചെയ്യുന്നുണ്ടാകും, സംസാരിക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടപെടുന്നുണ്ടാകും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് സജീവമായി ഇടപെടുന്ന ഒരാളാണ് നിസാർ ഉസ്താദ്. മെന്ററിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, 3 മാസമാണ് അതിന്റെ കാലാവധി. ഇന്നേതാ ദിവസം? ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ശാഖാ നേതാക്കന്മാരാണല്ലോ നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾ മേഖലാ കമ്മിറ്റിയെ ബന്ധപ്പെടണം. മേഖലാ കമ്മിറ്റിയെ ബന്ധപ്പെട്ടുകൊണ്ട് മേഖലാ കമ്മിറ്റിയാണ് ഒരു മെന്റർക്ക് 8 ശാഖകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. 8 എന്ന് പറഞ്ഞാൽ 8 × 5 എത്രയാ? 40 പ്രവർത്തകർ അല്ലെങ്കിൽ 40 വിദ്യാർത്ഥികൾ ഒരു മെന്ററുടെ കീഴിൽ ഉണ്ടാകും. അത് നിങ്ങൾ അവരോട് ആവശ്യപ്പെടണം. ആരോട്? മേഖലാ കമ്മിറ്റിയോട്. അങ്ങനെ ഒരു 40 വിദ്യാർത്ഥികളുടെ 8 യൂണിറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ നാട്ടിലുള്ള മിടുക്കരായ 5 വിദ്യാർത്ഥികളെ ഓർഗാനിക് സൈറ്റ് വഴി നിങ്ങൾ അവരെ പേര് രജിസ്റ്റർ ചെയ്യണം. അതിനെയും നമ്മൾ താമസിച്ചുകൂടാ. താമസിച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ മെന്ററിംഗ് നമുക്ക് തുടങ്ങാൻ ലേറ്റ് ആവും. പിന്നെയും എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ ഓർഗാനിക് സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മെന്ററിംഗ് സിസ്റ്റം നമുക്ക് തുടങ്ങാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ശാഖാ കമ്മിറ്റി ഭാരവാഹികളാകുന്ന നിങ്ങൾ മേഖലാ കമ്മിറ്റിയെ ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റിയെ ബന്ധപ്പെട്ടുകൊണ്ട് 8 ശാഖകൾ ഡിവൈഡ് ചെയ്തെടുക്കുന്ന കാര്യവും അതേപോലെ തന്നെ നിങ്ങളുടെ ശാഖയിലെ 5 പ്രവർത്തകരെ കണ്ടെത്തുന്ന കാര്യവും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് ഇതിന്റെ ഒരു ബ്രീഫായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഒന്നുകൂടി, ജില്ലാ കമ്മിറ്റി എന്തു ചെയ്യണം, മേഖലാ കമ്മിറ്റി എന്തു ചെയ്യണം, ശാഖാ കമ്മിറ്റി എന്തു ചെയ്യണം, മാസ്റ്റർ മെന്റർമാർ എന്ത് ചെയ്യണം, ചീഫ് മെന്റർമാർ എന്തു ചെയ്യണം തുടങ്ങി എല്ലാ കാര്യങ്ങളും അടങ്ങിയ കൃത്യമായ ഹാൻഡ് ബുക്ക് സംസ്ഥാന കമ്മിറ്റി അതിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്, ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടി നിങ്ങൾ വായിച്ചു നോക്കി എങ്ങനെയാണ് വിദ്യാർത്ഥി സമ്മേളനം വിജയിപ്പിക്കേണ്ടത് എന്ന് കൂടി നിങ്ങൾ ഗൗരവമായ ഒരു ചിന്തക്ക് വിഷയീഭവിപ്പിക്കണം എന്ന് മാത്രമാണ്. 20 മിനിറ്റാണ് ഞാൻ സംസാരിക്കേണ്ടത്. എന്റെ സമയമായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നുകൂടി പറയാം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും ചെറിയ ആൾക്കാരല്ല. നമ്മളൊക്കെ വലിയ ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മൾ വലിയ സംഘടനയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്കാർക്കും തോന്നരുത് ഞാനില്ലെങ്കിലും മറ്റുള്ളവർ ചെയ്യും, ഞാൻ പ്രവർത്തിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവർ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. നമ്മളില്ലെങ്കിലും മറ്റുള്ളവർ ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മുടെ സ്പേസിൽ ഇടപെടേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി, പ്രസിഡന്റ് ചെയ്യേണ്ട ഡ്യൂട്ടി, സെക്രട്ടറി ചെയ്യേണ്ട ഡ്യൂട്ടി അവരല്ലാതെ മറ്റുള്ളവർ ചെയ്യാനുണ്ടാവില്ല. അതുകൊണ്ട് ആരും മാറി നിൽക്കരുത്. എന്റെ അസാന്നിധ്യം ഉണ്ടായാലും കാര്യങ്ങൾ നടക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണ്. നിങ്ങൾ ഇടപെടേണ്ട ഘട്ടങ്ങളിൽ നിങ്ങൾ ഇടപെടുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അതിനുദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഒരാള് മിസ്സായി പോയാൽ സംഘടനക്ക് അതിൻ്റെതായ നഷ്ടം ഉണ്ടാകും.
സംഘടനക്ക് നഷ്ടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സേവന കാലത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നഷ്ടമുള്ളൂ. സംഘടനക്ക് മൊത്തത്തിൽ നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ 1 കോടി രൂപയിൽ നിന്ന് 1 രൂപ മാറ്റിയെന്ന് വിചാരിക്കുക. 1 കോടി രൂപയിൽ നിന്ന് 1 ഉറുപ്പ്യ കുറച്ചു. അത് എത്ര ഉണ്ടാകുക? 1 കോടി എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ ആണല്ലോ. 1 ഉറുപ്പ്യ മാറ്റിയാൽ എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാകുക? കോടി എന്നുള്ള പേര് മാറിയില്ലേ? 1 കോടി രൂപയിൽ നിന്ന് 1 രൂപ മാറ്റിയാൽ കോടിയല്ല, പിന്നെയോ കോടിന്റെ അടുത്ത ലക്ഷത്തിൽ നിന്ന് 1 ഉറുപ്പ്യ കുറച്ചാലോ ലക്ഷമല്ലല്ലോ. എന്നതുപോലെ നമ്മുടെ ശാഖാ നേതാക്കന്മാർ ഒരാൾ മാറിയാൽ അതിൻ്റെതായ പഴിക്കും ബുദ്ധിമുട്ടും ഉണ്ടാവും. ഞാൻ ഒന്നുകൂടി പറയാം. നല്ലൊരു പാട്ട്, ആ പാട്ടിൽ നിന്ന് ഒരക്ഷരം മാറ്റിയാൽ പാട്ട് പാട്ടല്ലാതായി മാറും. ഉദാഹരണം, ഒരു പാട്ട് നിങ്ങൾ പാടിക്കോളൂ. ഞാനൊരു പാട്ട് പാടിത്തരാം. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം. അതിൽ പടപ്പിന്റെ പാങ് മാറ്റും. എന്താ അവിടെ സംഭവിച്ചേ? ഒരു പാ മാറിയിട്ടേ ഉള്ളൂ അല്ലേ? പടപ്പിന്റെ ഇടയിലെ ടാങ് മാറ്റൂ. പോയില്ലേ? എന്താ അവിടെ സംഭവിച്ചത്? നമ്മളെ മൊബൈൽ ഫോൺ എത്ര ഡിജിറ്റലാ? നമ്പർ എത്രയുണ്ട്? അതിൽ നിന്ന് ഒരു ഡിജിറ്റ് മാറിയാൽ പിന്നെ നമ്പർ ആക്റ്റീവ് ആണോ? ഒരു ബസിന്റെ 4 ടയർ, ഒരു ടയർ ചലിക്കൂലെന്ന് വിചാരിക്കും. അങ്ങനെ പിന്നെ ബസ് ഓടുവോ, വാഹനം ഓടുവോ, കാർ ഓടുവോ? ഇതൊരു യൂണിവേഴ്സൽ ലോ ആണ്. എന്നതുപോലെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ നമ്മൾ എല്ലാവരും കൂട്ടായി നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നടക്കുകയുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ സംഘടനാ തലത്തിൽ 3 കാര്യങ്ങൾ. ഒന്ന്, അഡാപ്റ്റബിലിറ്റിയാണ്. രണ്ടാമത്തേത് കൊളാബറേഷനാണ്. മൂന്നാമത്തേത് ക്യൂരിയോസിറ്റിയാണ്. ഈ 3 പാർട്ടുകളും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കാലമേറെ മാറുന്നുണ്ടല്ലോ. ന്യൂജൻ കാലമാണ്. പല വിദ്യാർത്ഥികളും നമ്മുടെ കയ്യിൽ കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. ഉള്ളവര് തന്നെ ആക്റ്റീവ് ആവാത്ത അവസ്ഥയാ ഉള്ളത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു വന്ന അതേ സെയിം പാറ്റേണിൽ നമ്മൾ ഒഴുകുമ്പോൾ വിദ്യാർത്ഥികളെ കിട്ടാതെ വരും. അവർക്ക് സംഘടനയോട് താല്പര്യമില്ലാത്തതൊന്നുമല്ല, സംഘടനയിൽ പ്രവർത്തിക്കണ്ട എന്ന താല്പര്യക്കുറവ് കൊണ്ടുമല്ല. പിന്നെ എന്താണ്? സംഘടനയിൽ പോയാൽ എനിക്കൊന്നും കിട്ടില്ല എന്ന ഒരു ചിന്ത പല വിദ്യാർത്ഥികളെയും ശക്തമായി സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഘടകങ്ങൾ പലതും ഉണ്ടാകാം, കാരണങ്ങൾ പലതും ഉണ്ടാകാം. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ചുകൊണ്ട് നമ്മുടെ രീതിശാസ്ത്രത്തെ മാറ്റാൻ നമ്മൾ തയ്യാറാവണം. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മാറാത്തതായി എന്താ ലോകത്തുള്ളത്? ഉദാഹരണം പറഞ്ഞാൽ, ഇവിടേക്ക് വന്ന നിങ്ങളല്ല തിരിച്ചു പോകുമ്പോഴുള്ള നിങ്ങൾ. കുറെ കോശങ്ങൾ മരിച്ചു, കുറെ കോശങ്ങൾ പുതുതായി വന്നു, നിങ്ങളിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായി, കുറെ വളർച്ചയുണ്ടായി. ഇനി നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് പോകുമ്പോൾ നേരത്തെ വന്ന വീട്ടിലേക്കല്ല നിങ്ങൾ പോകുന്നത്. അവിടെയുള്ള വായു മാറി, കാർബൺ ഡൈ ഓക്സൈഡ് മാറി, പുതിയ ഓക്സിജൻ വന്നു, പഴയ അങ്ങനെ മാറി കംപ്ലീറ്റ് ചേഞ്ചിങ് ആണുള്ളത്. നമ്മുടെ തലയിൽ തന്നെ കുറെ കോശങ്ങൾ മരിച്ചു, എല്ലാം മരിക്കുന്നുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 3 അല്ലേ? ഇന്ന് ഓഗസ്റ്റ് 3 ഏതാ ദിവസം? ഇന്ന് ഞായറാഴ്ചയല്ലേ? അടുത്ത വർഷം ഓഗസ്റ്റ് 3 ഞായറാഴ്ച ആയിരിക്കൂല. നിങ്ങൾ നോക്കിക്കോളൂ, ഞായറാഴ്ച ആവോ? ഇല്ല. എല്ലാം മാറുമ്പോൾ കാലിക വിദ്യാർത്ഥിയുടെ കൂടെ കാലത്തിനനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞ് മാറിപ്പോകും. അതുകൊണ്ടുള്ള ഒരു മോഡേൺ വേർഷൻ ആണ്, അതിന്റെ ഒരു പുതിയൊരു രീതിയാണ് SKSFന്റെ സംസ്ഥാന കമ്മിറ്റി ഈ വിദ്യാർത്ഥി സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം കൊളാബറേഷനാണ്. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ, സംഘടനാ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയില്ല. പ്രസിഡന്റിന് മാത്രം ചെയ്യാൻ കഴിയോ? സെക്രട്ടറിക്ക് മാത്രം ചെയ്യാൻ കഴിയോ? വർക്ക് സെക്രട്ടറിക്ക് ചെയ്യാൻ കഴിയോ? ട്രഷറർക്ക് മാത്രം ചെയ്യാൻ കഴിയോ? ഇല്ല, അതൊരു ഗ്രൂപ്പ് വർക്കാണ്. ഗ്രൂപ്പ് എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കായതുകൊണ്ട് ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല. ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കൂട്ടമായ വർക്ക് എന്നാണ് അർത്ഥം. 5 വിരലുണ്ടല്ലോ, ഈ 5 വിരലിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാതെ നിങ്ങൾ ഒരു സാധനം എടുക്കാൻ നോക്കൂ, ബുദ്ധിമുട്ടായിരിക്കും. 5 വിരലുകൾ, ഈ തള്ള വിരൽ മാറ്റി വെക്കുക, ഒരു സാധനങ്ങൾ എടുക്കാൻ ശ്രമിച്ചു നോക്കൂ, ബുദ്ധിമുട്ടായിരിക്കും. ചെറുവിരൽ മാറ്റി വെച്ച് നോക്കൂ, ബുദ്ധിമുട്ടായിരിക്കും. പിടിക്കുക എന്ന് പറഞ്ഞാൽ
ഒരുമിച്ചുള്ള ഒരു ഇടപെടലാണ്. ഒരുമിക്കുമ്പോൾ മാത്രമേ പിടുത്തം നടക്കുകയുള്ളൂ. കൊളാബറേറ്റീവായ വർക്ക് വേണം. പലപ്പോഴും പറയും പ്രസിഡന്റിനെ വിളിച്ചാൽ കിട്ടുന്നില്ല, സെക്രട്ടറിയെ വിളിച്ചാൽ കിട്ടുന്നില്ല. ഈ കിട്ടാതിരിക്കൽ എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്. ഒരു ഡ്യൂട്ടി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നവരെ വിളിച്ചാൽ കിട്ടൂല. എനിക്ക് കണ്ടു എന്ന് വിചാരിക്കും. അവരെന്ത് പറയും, അയ്യോ ഞാനന്ന് മൂത്താപ്പാന്റെ പേർക്ക് കല്യാണത്തിനായിരുന്നു, ഒരു മൂത്താപ്പ ഉണ്ടാവില്ല, ഒരു മൂത്തുമ്മ ഉണ്ടാവില്ല, എങ്കിലും അങ്ങനെ പറയും. അങ്ങനെയുള്ളവർ നമ്മൾ ആരും അകറ്റി നിർത്തരുത്. SKSFന്റെ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ നല്ല കഴിവുള്ള, ഞാൻ മനസ്സിലാക്കിയത്തോളം പ്രതിഭാധനന്മാരായ പ്രവർത്തകരാണ് നമ്മുടെ പ്രവർത്തകർ. ഈ കൂട്ടത്തിൽ തന്നെ നല്ല ഹൈലി ബ്രില്യന്റ് ആയ, ഹൈലി ക്വാളിഫൈഡും ക്വാളിറ്റിയുള്ള നല്ല ചെറുപ്പക്കാർ ഈ കൂട്ടത്തിലുണ്ട്. നമ്മൾ വളർന്നു വരണം. മൂന്നാമത്തെ കാര്യം ക്യൂരിയോസിറ്റിയാണ്. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ ചുറ്റുഭാഗവും നടക്കുന്നത്, നിരീശ്വരവാദികൾ എന്താണ് പറയുന്നത്, യുക്തിവാദികൾ എന്താണ് പറയുന്നത്, മുജാഹിദുകൾ എന്താണ് പറയുന്നത്, സമസ്തയുടെ ഉള്ളിലുണ്ടെന്ന് പറയുന്നവർ തന്നെ എന്താണ് പറയുന്നത്, ഈ ഒരു ബോധം നമുക്കുണ്ടായിത്തീരണം. എന്നിട്ട് എന്താണ് എന്റെ മുന്നിൽ നടക്കുന്നത്, അത് കണ്ണ് തുറന്ന്, ഹൃദയം തുറന്ന്, തലച്ചോറ് തുറന്ന് വെച്ച് കാണാൻ നമ്മൾ തയ്യാറാവണം. ക്യൂരിയോസിറ്റി ഇല്ലെങ്കിൽ അവിടെ ലേണിംഗ് ഇല്ല. ലേണിംഗ് ഇല്ലെങ്കിൽ ചേഞ്ച് ഇല്ല. ചേഞ്ച് ഇല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഇല്ല. ഇതൊരു യൂണിവേഴ്സൽ ലോ ആണ്. എന്ത് നടക്കുന്നു, എന്ത് വിദ്യാർത്ഥി സമ്മേളനം, എന്ത് സംഘടനാ പ്രവർത്തനം, എന്ത് എന്ന് നമുക്ക് ചിന്തിക്കാൻ, ഇടപെടാൻ സാധിക്കേണ്ടതുണ്ട്. ഒന്ന് അഡാപ്റ്റബിലിറ്റി, രണ്ട് കൊളാബറേഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് ക്യൂരിയോസിറ്റി. ഇങ്ങനെ കുറെ നല്ല നല്ല ടേം. ഇനി നമ്മുടെ ഇതിന്റെ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഫ്രെയിം കൃത്യമായി താഴെ കൊടുത്തത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നല്ലൊരു ഹാൻഡ് ബുക്ക്, നല്ലൊരു മൊഡ്യൂളൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്രകാരം ജില്ലാ കമ്മിറ്റിയും മേഖലാ കമ്മിറ്റിയും ഒക്കെ നിങ്ങൾക്ക് വിതരണം ചെയ്യും എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്ന പോയിന്റ് ഇങ്ങനെയാണ്. ഒരു കമ്പനി എല്ലായ്പ്പോഴും ഒരേ മോഡൽ കാർ ഇറക്കിയാൽ ആ കാറ് വാങ്ങാൻ ആൾക്കാരുണ്ടാവോ? ഏതെങ്കിലും ഒരു മൊബൈൽ പിന്നെ കാർ കമ്പനിന്റെ പേര് നിങ്ങൾ പറയൂ. ഏതെങ്കിലും ഒരു പേര് പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു പേര് നിങ്ങൾ പറഞ്ഞോളൂ. ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാനങ്ങ് പറയൂ. അസ്നയ ഏത്? ടയോട്ട കാറ് മുമ്പേ ഇറക്കി അതേ മോഡലാണ് ഇപ്പൊ ഇറക്കുന്നത്. ആണോ? അങ്ങനെ ഇറക്കിയാൽ കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയോ? മൊബൈൽ കമ്പനിക്കാർ ഒരേ ഫോണ് തന്നെ ഇറക്കിയാൽ ആൾക്കാർ വാങ്ങുമോ? വാങ്ങൂലല്ലോ. ഇല്ല. ഒരു ഷോപ്പിൽ എല്ലായ്പ്പോഴും ഒരേ മോഡൽ ഡ്രസ്സ് ആൾക്കാർ വാങ്ങുമോ? ഒരു ഹോട്ടലിൽ പഴയ ഫുഡ് ആരെങ്കിലും കഴിക്കോ? ഒരേ പാട്ടന്നെ എല്ലായ്പ്പോഴും പാടുന്നു, ആൾക്കാർ കേൾക്കോ? ഇനി ഒരിക്കൽ പാടി രണ്ടാമത് ആള് സഹിക്കും, മൂന്നാമത് പാടാ പോയാലോ, ഇത് അയാൾ ഈ പാട്ടാ പാടാന്ന് പറഞ്ഞല്ലേ. അത് ആ പാട്ട് എത്ര കലാത്മകമായ പാട്ടായാലും അങ്ങനെയായിരിക്കും. എന്നതുപോലെ നമ്മുടെ മെത്തഡോളജിയിൽ, അടിസ്ഥാനത്തിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് കാലികരെന്ത് പറയുന്നു, കാലം എന്ത് ആവശ്യപ്പെടുന്നു, അതിനനുസൃതമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. ആ രീതിയിൽ തന്നെയാണ് സംഘടനാ സംവിധാനം മുന്നോട്ട് പോകുന്നത്. അടിത്തറയിൽ ലെവലേശം ഇളങ്ങിപ്പോകാതെ, അടിത്തറയിൽ, ഇസ്ലാം ആകുന്ന അടിത്തറയിൽ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന അടിത്തറയിൽ ലെവലേശം ഇളക്കാൻ വിടാതെ, അത് ആര് വന്നാലും, യുക്തിവാദികൾ വന്നാലും ലിബറലിസ്റ്റുകൾ വന്നാലും ആര് വന്നാലും നമ്മൾ തലകുനിക്കാത്ത രീതിയിൽ ധീരമായി ശബ്ദിക്കാൻ നമ്മൾ മുന്നിലുണ്ടാകണം. എന്നാൽ അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന്, കാലിക സമൂഹത്തിന്, ഈ ആധുനികന്, സമകാലിക ലോകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് വിദ്യാർത്ഥി സമ്മേളനം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജില്ലയുടെ പേരെന്താണ്? എന്താണ് ജില്ലയുടെ പേര്? കോഴിക്കോട് ജില്ലയിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമ്മൾ എല്ലാവരും ഇളകി പുറപ്പെടണം ഇന്ന് മുതൽ തന്നെ. നിങ്ങൾ ഫേസ് ടു ഫേസ് എന്ന പ്രോഗ്രാമിൽ റാഷിദൊക്കെ നിരന്തരമായി പറയാറുണ്ട്. ഫേസ് ടു ഫേസ് എന്നുള്ള വാക്ക് തന്നെ എത്ര മനോഹരമാണെന്ന് അറിയുമോ? ഫേസ് ടു ഫേസിന്റെ അറബി എന്താണ്? ഫേസ് ടു ഫേസിന്റെ അറബി, ഫേസ് ടു ഫേസ് ഇംഗ്ലീഷ് അല്ലേ, ഇതിന്റെ അറബി എന്താണ്? ഏത്? എന്തോ ആവട്ടെ, കുഴപ്പമില്ല. ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞ അതിന്റെ അറബി എന്താണ്? അറബിയില് അർത്ഥസാന്ദ്രമായ, അർത്ഥഗഹനതയുള്ള, അർത്ഥഗർഭമുള്ള ഒരു വാക്കാണ് ഫേസ് ടു ഫേസ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ, അതേപോലെ അറബിയിലും. നിങ്ങളെ ഫേസ് ടു ഫേസിൽ വിദ്യാർത്ഥി സമ്മേളനം സജീവമായി ചർച്ച ചെയ്തു. ഇനി നമ്മുടെ സമസ്തയുടെ 100ാം വാർഷികം ഇതാ വരാൻ വേണ്ടി പോവുകയാണ്. നമ്മളെല്ലാവരും സടകുടഞ്ഞെഴുന്നേൽക്കണം ഇൻഷാ അല്ലാഹ്. നമ്മൾ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ,
ഇവിടെ ഇങ്ങനെ റെക്കോർഡർ ഉണ്ടാകുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പേടിയാകുന്നു, അങ്ങനല്ലേ പറഞ്ഞേ അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? അർത്ഥം എന്താണ്? റെക്കോർഡ് ഇല്ലെങ്കിൽ, ലൈവ് ഇല്ലെങ്കിൽ സംസാരിക്കാൻ പേടി കൂടോ പേടി കുറയോ? കൂടോ കുറയോ? ഉസ്താദ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഒരു സാധനം റെക്കോർഡായാൽ റെക്കോർഡായി അല്ലേ? അങ്ങനെയാണോ? റെക്കോർഡായി എന്നാണോ? യെസ്, the omnipotent and omniscient Allah. Everything is recording always. മനുഷ്യനിർമ്മിതമായ യന്ത്രം നമ്മുടെ മുമ്പിൽ ഘടിപ്പിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സംസാരിക്കാൻ പേടിയുണ്ട്. പറയുന്ന വാക്കുകൾ തെറ്റിപ്പോകുമോ, പറഞ്ഞ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തു പോകുമോ എന്ന പേടി എല്ലാവരുടെയും പേടി. ഉസ്താദ് പറഞ്ഞത് മാത്രമല്ലേ ഉള്ളൂ, നമുക്കും പേടിയില്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകര്, ഇന്ന റബ്ബക ലബിൽ വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർള് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. നമ്മുടെ വീട്ടുപറമ്പിലെ മരത്തിൽ നിന്നൊരു ഇല താഴേക്ക് പൊഴിഞ്ഞു വീഴുന്നത് പോലും എല്ലാം ആ ബോധം നമുക്കുണ്ടോ? ഇഷ്ടം പോലെ നടന്നിട്ടെങ്ങോട്ടാണീ പോക്ക്, നഷ്ടക്കച്ചവടക്കാരെ കൊണ്ടീ വഴി മൊത്തം ബ്ലോക്ക്, ഉള്ളറിയാതെ തൊള്ള തുറന്നാൽ കിട്ടും മനുഷ്യരെ പ്രാക്ക്, ഊതി നിറച്ച് വലിപ്പം കൂട്ടിയതൊക്കെയും കീറച്ചാക്ക്, ഒക്കെയും കീറച്ചാക്ക്. അതാരാ പാട്ട് പാടിയത്? ആരാ പാടി? ഞാനല്ല പാടിനിപ്പോ. കീറച്ചാക്കൾ ഊതി നിറച്ച് വലിപ്പം കൂട്ടിയതെല്ലാം സൂചി മന കൊണ്ട് it will become so empty, it will become so വേക്കമായി തീരും. നമ്മൾ ആരും ഊതി വിറപ്പിച്ച ബലൂണുകളാവരുത്. ഊതി വിറപ്പിച്ച ബലൂണുകളായി മാറാൻ ശ്രമിക്കുന്നവരെ കാലം കാറ്റഴിച്ചു വിടും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല കാമ്പും കരുത്തും ഉള്ള നല്ലൊരു മനസ്സിന് അല്ലാഹു തരട്ടെ. നമ്മുടെ വിദ്യാർത്ഥി സമ്മേളനം 16 വയസ്സ് മുതൽ 23 വയസ്സ് വരെ, അതിന്റെ ക്യാപ്ഷൻ ചുമതലയാണ് വിദ്യാർത്ഥിത്വം. 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് കോഴ്സുള്ള മെന്ററിംഗ് സിസ്റ്റം. അതിന്റെ മെന്റർമാര് കൂടെയുണ്ട്. മെന്റർമാരെ ഇവാലുവേറ്റ് ചെയ്യാൻ മാസ്റ്റർ മെന്റർ ഉണ്ട്. ഇതാണ് എങ്കിലും കോഴിക്കോട് ജില്ല ആതിഥേയ ജില്ല. നിങ്ങൾ എല്ലാവരും വിദ്യാർത്ഥി സമ്മേളനം ഏറ്റെടുക്കണം. എല്ലാ ജില്ലകളിലും അത് വ്യാപിപ്പിക്കണം. ഇന്നലെ നടന്ന മെന്റർ ശില്പശാലയിൽ ഏകദേശം 85% അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. 4 സെന്ററുകളിൽ, മഞ്ചേശ്വരത്ത്, എടപ്പാള്, പിന്നെ എവിടെയാണ് കോഴിക്കോട്. നിങ്ങൾ അറിയില്ല വിഷയം? 4ാമത്തെ സെന്റർ ഏതാ? എവിടെയാ? സുന്നി മഹൽ എവിടെയാ? അത് നിങ്ങൾ അറിയാത്തോണ്ടല്ലേ പറയാത്തോണ്ടാ? ഈ 4 സെന്ററിലും 85% അറ്റൻഡൻസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സമ്മേളനം ചരിത്രവുന്നതാണ്. ഇത് മെന്റർമാർ എടുത്തു കഴിഞ്ഞാൽ, മെന്റർമാർ ഒരിക്കലും സ്വതന്ത്രമായി പ്രവർത്തിക്കരുത്. മേഖലാ കമ്മിറ്റിയുടെ തണലിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മേഖലാ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, വർക്ക് സെക്രട്ടറി 4 പേരുണ്ടാവണം. മേഖലാ സെക്രട്ടറി അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല. 10 ശനിയാഴ്ച, 10 ഞായറാഴ്ച, പിന്നെ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന കുറെ ആക്ടിവിറ്റികൾ ഞാൻ ഇവിടെ പറയുന്നില്ല. അതിലൊക്കെ മേഖലാ കമ്മിറ്റിയുടെ പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി ഒബ്സർവ് ചെയ്യും, സ്റ്റേറ്റ് കമ്മിറ്റി ഒബ്സർവ് ചെയ്യും. ആ തലത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊരു കൊളാബറേറ്റീവ് ആയ വർക്ക് നടത്താം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇസ്സത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹ് ബാങ്കിന്നുണർന്നില്ല, ളുഹർ നമ്മളറിഞ്ഞില്ല, അസർ ബാങ്കും വിളിച്ചല്ലോ അതും കേട്ടില്ല. റബ്ബേ മഗ്രിബാവാൻ ഇനിയുമേറെ സമയവുമില്ല,
സമയവുമില്ല, സുബ്ഹ് ബാങ്കിൻ നുണർന്നില്ല, ളുഹർ നമ്മളറിഞ്ഞില്ല, അസർ ബാങ്കും വിളിച്ചല്ലോ അതും കേട്ടില്ല. റബ്ബേ മഗ്‌രിബാവാൻ ഇനിയുമേറെ, സമയവുമില്ല, സമയവുമില്ല. സുബ്ഹാനെ അറിഞ്ഞില്ല, സുകൃതങ്ങൾ ചെയ്തില്ല, സുരലോകം നേടിടാനായി ശ്രമിച്ചതില്ല. നമ്മൾ ശൈത്വാന്റെ കൂടെയാണെന്നറിഞ്ഞതില്ല, സുബ്ഹ് ബാങ്കിൻ നുണർന്നില്ല, ളുഹർ നമ്മളറിഞ്ഞില്ല, അസർ ബാങ്കും വിളിച്ചല്ലോ അതും കേട്ടില്ല. റബ്ബേ മഗ്‌രിബാവാൻ ഇനിയുമേറെ, സമയവുമില്ല. അള്ളാന്റെ റെക്കോർഡിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പായി നിങ്ങൾ വിദ്യാർത്ഥി സമ്മേളനത്തെ കാണണം. ലൈഫ് എന്ന് പറഞ്ഞാൽ എൽ, ലിവ്, ഐ, ഇംപ്രിന്റ്, എഫ്, ഫോർ, ഇ, എവർ. ലീവ്, ഇംപ്രിന്റ്, ഫോർ എവർ. ലൈഫ്, LIF, ലീവ്, ഇംപ്രിന്റ്, ഫോർ എവർ. ലീവ്, ഇംപ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അടയാളം നമ്മളിവിടെ ബാക്കിയാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും കോഴിക്കോട് ജില്ല ഉഷാറായിട്ട് മാറുന്നുണ്ട്. ഉഷാറായി മാറണം. അഭിമാനിക്കാൻ മാത്രം, അന്തസ്സോടെ നിൽക്കാൻ മാത്രം കുറെ കാരണങ്ങളുള്ള, വസ്തുതകളുള്ള ഈ വലിയ ജില്ലയിൽ വരാനും നിങ്ങളോട് സംസാരിക്കാനും കഴിഞ്ഞതിൽ പ്രിയപ്പെട്ട റാഷി എന്നെ വിളിച്ചതിൽ 1000 നന്ദി. റാഷിക്കും പ്രത്യേകിച്ച് ഇതിന്റെ ജില്ലാ ഭാരവാഹികൾക്കും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അള്ളാഹുവെ നമ്മളെ എല്ലാവരെയും നീ കബൂലാക്കണേ പഠിച്ചവനെ. നിന്റെ റെക്കോർഡിൽ അള്ളാഹുവെ, നിന്റെ റെക്കോർഡിൽ കനം തൂങ്ങുന്ന അൽ വസ്നു യൗമൈദിനിൽ ഹഖ് ഫമൻ സഖലത് മവാസീനുഹു ഫഹുവ ഫീ ഇശത്തിർ റാളിയ. പഠിച്ചവനെ, നിന്റെ ത്രാസിൽ, നിന്റെ റെക്കോർഡിൽ കനം തൂങ്ങുന്ന ഒരുപാട് അമലുകൾ ചെയ്യാനുള്ള തൗഫീഖിനെ റബ്ബേ നമുക്ക് എല്ലാവർക്കും നീ തരണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.